എപ്പോഴെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും 3D Max സീൻ കൂടുതൽ ഹെവി ആകുകയും സ്ലോ ആയി മാറുന്നതായും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ കാരണം ആ സീനിലെ ഒബ്ജക്ട്സിന്റെ പോളിഗൺ കൗണ്ട്സ് മാത്രമായിരിക്കില്ല. ഹിഡൻ ഒബ്ജക്ട്സ്, ഡ്യൂപ്ലിക്കേറ്റ് മോഡിഫയേഴ്സ്, മിസ്സിംഗ് ഫയൽസ്, അൺയൂസ്ഡ് മെറ്റീരിയൽസ് എന്നിങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ആ 3D Max സീനിൽ ഒളിഞ്ഞിരിക്കുന്നതായിരിക്കാം. പക്ഷെ ഇതിനെല്ലാം ഇനി എങ്ങനെ കണ്ടെത്താം? അതിനുള്ള ഉത്തരമാണ് HMedia 3D Academy ഡെവലപ്പ് ചെയ്ത സീൻ ഡോക്ടർ 2.0. ഒരൊറ്റ സ്കാനിലൂടെ ആ സീനിന്റെ കംപ്ലീറ്റ് ഹെൽത്ത് റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അതിലെന്തൊക്കെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുകയും ചെയ്യാം. ഈ പ്ലഗിന്റെ ഫീച്ചേഴ്സ്, ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്നെല്ലാം ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു തരാം. കൂടാതെ ഈ ഒരു വീഡിയോയിൽ HMediaയുടെ സ്റ്റുഡൻസിനും ഫോളോവേഴ്സിനും ഈ ഒരു പ്ലഗിൻ എങ്ങനെ ഫ്രീ ആയി ആക്സസ് ചെയ്യാമെന്നതിനെ കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. Hi friends, welcome to my YouTube channel HMedia. HMedia സീൻ ഡോക്ടർ 2.0 എന്ന ഈ ഒരു പ്ലഗിൻ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഈ പ്ലഗിന്റെ ഇന്റർഫേസ്. ഈ പാനൽ ഇതുപോലെ ഫ്ലോട്ടിംഗ് ആയോ വ്യൂപോർട്ടിൽ എവിടെ വേണമെങ്കിലും ഇതുപോലെ ഡോക്ക് ചെയ്തോ ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്ലഗിൻ ഓപ്പൺ ചെയ്ത ഉടനെ കംപ്ലീറ്റ് ആയി സ്കാൻ ആയിരിക്കുകയാണ്. ഇതൊരു റീഡ് ഓൺലി സ്കാൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സീനിനെ സ്കാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സീനിലെ ഒന്നും ഇത് ഡിലീറ്റ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്നില്ല. സീൻ സ്റ്റാറ്റസ് എന്ന ഈ സെക്ഷനിൽ സീനിലെ ആക്റ്റീവ് റെൻഡർ, ഫേസ് കൗണ്ട്, വെർട്ടെക്സ് കൗണ്ട്, റെൻഡർ പാസസ്, ഗ്രൂപ്പ്സ്, ആനിമേറ്റഡ് ഒബ്ജക്ട്, നോട്ട് കൊളാപ്സ്ഡ് ഒബ്ജക്ട്സ്, ഹിഡൻ ഒബ്ജക്ട്സ്, നോട്ട് റെൻഡറബിൾ ഒബ്ജക്ട്സ് അങ്ങനെയെല്ലാം ഇതിൽ സ്കാൻ ചെയ്ത് കണ്ടെത്തുന്നതാണ്. അതുപോലെ ഷാഡോസ് ഓഫായ ഒബ്ജക്ട്സുകളും ക്യാമറയിൽ നിന്നും വിസിബിലിറ്റി ഓഫായ ഒബ്ജക്റ്റുകളും വിസിബിലിറ്റി സീറോ ആയ ഒബ്ജക്റ്റുകളെല്ലാം നമ്മുടെ സീനിൽ ഉണ്ടെങ്കിൽ സീൻ സ്റ്റാറ്റസ് എന്ന ഈ സെക്ഷനിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. ഇതിൽ കാണുന്ന ഓരോ റിസൾട്ടിന്റെയും അടുത്ത് എസ് എന്നും എഫ് എന്നും 2 ബട്ടണുകൾ ഇതിൽ കാണാവുന്നതാണ്. എസ് എന്ന ഒരു ബട്ടനാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ അഫക്റ്റഡ് ആയ ഒബ്ജക്ട്സിനെ നമ്മുടെ സീനിൽ ഡയറക്റ്റായി സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഫ് എന്ന അഥവാ ഫിക്സ് എന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഇഷ്യൂസ് ഇത് ഫിക്സ് ചെയ്യുന്നതാണ്. ഈ ഷാഡോസ് ഓഫ് എന്ന റിസൾട്ടിന് നേരെയുള്ള ഈ ഒരു എഫ് എന്ന ബട്ടണിൽ നമുക്ക് പ്രസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു സീനിനെ സ്കാൻ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരു സീൻ നമ്മൾ റീസ്കാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഷാഡോസ് ഓഫ് എന്ന ഈ ഒരു പ്രോബ്ലം ഈ സീനിൽ നിന്നും ഫിക്സ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ ഹിഡൻ ആയ ഒബ്ജക്ട്സുകളെ അൺഹൈഡ് ചെയ്യാനും റെൻഡറബിൾ അല്ലാത്ത ഒബ്ജക്ട്സിനെ റെൻഡറബിൾ ആക്കാനും ക്യാമറയിലെ വിസിബിലിറ്റി ഓഫായ ഒബ്ജക്റ്റുകളെ വിസിബിലിറ്റി ഓൺ ചെയ്യാനും സീറോ വിസിബിലിറ്റിയുള്ള ഒബ്ജക്റ്റുകളെ വിസിബിലിറ്റി ഓൺ ചെയ്യാനും ഫിക്സ് എന്ന ഈ ബട്ടൺസ് യൂസ് ചെയ്യാവുന്നതാണ്. ഫിക്സ് ചെയ്ത ശേഷം എറേഴ്സിനെ വീണ്ടും ചെക്ക് ചെയ്യണമെങ്കിൽ സ്കാൻ എന്ന ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ സ്കാൻ ചെയ്ത് വീണ്ടും ന്യൂ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്ത് ഒബ്ജക്റ്റ് ഇൻവെന്ററി എന്ന ഈ ഒരു ഓപ്ഷനാണ്. നമ്മുടെ സീനിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഈ സെക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സീനിലെ ടോട്ടൽ നോട്ട്സ്, സ്പ്ലൈൻസ്, ജോമെട്രി, ലൈറ്റ്സ്, ക്യാമറാസ്, ഹെൽപ്പേഴ്സ്, സ്പേസ് വാർപ്സ്, പ്രോക്സീസ്, ടോട്ടൽ മെഷ് ഒബ്ജക്ട്സ് എല്ലാം നമുക്കിതിൽ കാണാവുന്നതാണ്. കൂടാതെ നമ്മുടെ സീനിൽ ഫോറസ്റ്റ് പാക്ക്, റെയിൽ ക്ലോൺ, ടൈഫ്ലോ, ഫ്യൂം എഫക്ട്സ് തുടങ്ങിയ പ്ലഗിൻസ് സീനിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ റിപ്പോർട്ടും ഇതിൽ കാണാവുന്നതാണ്. അടുത്തതായി ഇഷ്യൂസ് ആൻഡ് വാർണിംഗ്സ് എന്ന ഈ സെക്ഷനാണ്. സീനിലെ ഒരു കോമൺ പ്രൊഡക്ഷൻ പ്രോബ്ലംസ് ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നതാണ്. സീറോ ഫേസ് ഉള്ള എംപ്റ്റി ഒബ്ജക്ട്സ്, ഇറഗുലർ സ്കെയിൽ, ഡ്യൂപ്ലിക്കേറ്റ് മോഡിഫയേഴ്സ് ഇതെല്ലാം ഈ സെക്ഷനിലൂടെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഇഷ്യൂസിനെ ആദ്യം എസ് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിനെ ഐസൊലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത ശേഷം ഫിക്സ് ചെയ്യേണ്ട ഇഷ്യൂസ് ആണെങ്കിൽ എഫ് എന്ന ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ വീണ്ടും റീസ്കാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ എംപ്റ്റി ഒബ്ജക്ട്സ് ഇതുപോലെ സീറോ ആയി മാറിയിരിക്കുകയാണ്. ഇതുപോലെ സീനിൽ ഡ്യൂപ്ലിക്കേറ്റ് മോഡിഫയേഴ്സിനെ കണ്ടെത്താനും നമുക്ക് ആവശ്യമെങ്കിൽ ഫിക്സ് എന്ന ബട്ടൺ യൂസ് ചെയ്തുകൊണ്ടോ അതിനെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഈ പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്ന ഓരോ ഇഷ്യൂസും എസ് എന്ന ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് അതിനെ ഇൻസ്പെക്ട് ചെയ്ത് അത് ശരിക്കും അൺനെസസറി ആണെന്ന് ഫീൽ ചെയ്താൽ എഫ് എന്ന ബട്ടൺ യൂസ് ചെയ്തോ മാനുവലായോ നമുക്കതിനെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് മോഡിഫയർ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ തന്നെ ആഡ് ചെയ്തിട്ടുള്ളതാകാം. അതുകൊണ്ടാണ് ഈ പ്ലഗിൻ ബ്ലൈൻഡായി ഒന്നിനെയും ക്ലിയർ ചെയ്യാത്തത്. നമുക്ക് ആവശ്യമില്ലാത്തത് മാത്രം നമുക്ക് സീനിൽ നിന്നും ചെക്ക് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇവിടെ ബാക്കപ്പ് എന്ന ഈ ഒരു ബട്ടണും ഇതിൽ അവൈലബിൾ ആണ്. സീനിൽ ലാർജായി ക്ലീനപ്പ് നടത്തുമ്പോൾ സീനിന്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് ബാക്കപ്പ് എന്ന ഒരു ബട്ടൺ. ഈ ബട്ടൺ യൂസ് ചെയ്ത് നമ്മുടെ സീനിന്റെ ഒരു ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ എക്സ്റ്റേണൽ ലിങ്ക്സ്, അൺയൂസ്ഡ് ആൻഡ് മിസ്സിംഗ്,
സീനിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറസ് ഇൻഫെക്റ്റഡ് ആണോ എന്നെല്ലാം സീൻ ഡോക്ടർ എന്ന ഈ പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഗംറോഡിൽ ഈ പ്ലഗിൻ അവൈലബിൾ ആണ്. $19 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കൂടാതെ HMediaയുടെ സ്റ്റുഡൻസിനും ഫോളോവേഴ്സിനും ഈ പ്ലഗിൻ ഫ്രീ ആയി ആക്സസ് ചെയ്യാവുന്നതാണ്. അതിനായി HMediaയുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്ത് ഈ വീഡിയോയുടെ പോസ്റ്റിൽ നിന്നും ഇതിൻ്റെ ലിങ്ക് ആക്സസ് ചെയ്തുകൊണ്ട് ഇതിനെ തികച്ചും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി ഈ ഒരു പ്ലഗിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഐക്കണായി മെയിൻ ടൂൾ ബാറിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി 3ds Maxന്റെ സ്ക്രിപ്റ്റിംഗ് എന്ന മെനുവിൽ റൺ സ്ക്രിപ്റ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇൻസ്റ്റാൾ സീൻ ഡോക്ടർ എന്ന ഈ ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ പ്ലഗിൻ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഇനി ഇതിനൊരു ബട്ടനായി നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ടൂൾ ബാർസ് എന്ന സെക്ഷനിൽ കാറ്റഗറി HMedia 3D Academy ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ന്യൂ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ആക്ഷനിൽ നിന്നും ഈ പ്ലഗിൻ സെലക്ട് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിനെ ഡ്രാഗ് ചെയ്ത് മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. 3D വിഷ്വലൈസേഷൻ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ലൈവ് കോഴ്സുകൾ HMediaയിൽ അവൈലബിൾ ആണ്. ബെറ്റർ റെൻഡർ ക്വാളിറ്റിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, 3D വിഷ്വലൈസേഷനിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഓൺലൈനിൽ ലൈവ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.